ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനായുള്ള ഇന്ത്യ സഖ്യത്തിന്റെ യോഗം അവസാനിച്ചു. 2ൽ കൂടുതൽ ആളുകളുടെ പേരുകൾ ചർച്ചയ്ക്ക് വന്നെങ്കിലും അന്തിമ തീരുമാനമായില്ല. നാളെ ഉച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ആരുടെയൊക്കെ പേരുകളാണ് പരിഗണിച്ചത്? ഒപ്പം തന്നെ അന്തിമ തീരുമാനം എന്നുണ്ടാകും? അനീഷ, നാളെ ഉച്ചയോടുകൂടിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗം അവസാനിച്ചിരിക്കുകയാണ്. നിലവിൽ 2 പേരുകളാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. മുൻ ISRO ശാസ്ത്രജ്ഞൻ ആയിട്ടുള്ള അണ്ണാദുരൈ, അതോടൊപ്പം തന്നെ DMK നേതാവ് തിരുച്ചി ശിവ എന്നിവരുടെ 2 പേരുകളാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നുണ്ടായ യോഗത്തിൽ ബംഗാളിൽ നിന്നോ ബീഹാറിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഉള്ള 2 പേരുകൾ വേണമെന്നുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. ചർച്ച നാളെയും പുരോഗമിക്കും. നാളെ ഉച്ചയോടുകൂടി പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരെന്നതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി.